ആറാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കീപ്പിംഗ് ഡിസീസസ് എവെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനകത്തിലെ ആദ്യത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പാത്തജൻസിനെ കുറിച്ചിട്ടാണ്. പാത്തജൻസ് എന്ന് പറഞ്ഞാൽ ഡിസീസ് കോസിംഗ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ പറയുന്ന പേരാണ് പാത്തജൻസ്. മൈക്രോ ഓർഗാനിസംസ്, അതായത് നേക്കഡ് ഐസ് കൊണ്ട്, നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്ത, മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ കഴിയുന്ന ഓർഗാനിസത്തിനെയാണ് മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. അതിനകത്തിലെ ഡിസീസ് കോസിംഗ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെയാണ് നമ്മൾ പാത്തജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് കുറേയധികം പാത്തജൻസും അവർ കോസ് ചെയ്യുന്ന ഡിസീസസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നമുക്ക് അറിയാവുന്ന പാത്തജൻസ് ഏതൊക്കെയാണ്? ബാക്ടീരിയ, വൈറസ്, ഫംഗൈ, പ്രോട്ടോസോവ, ഇതൊക്കെ ഡിസീസ് കോസിംഗ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ്, അതായത് പാത്തജൻസ് ആണ്. ഇനി നമുക്ക് ഓരോ പാത്തജൻസും അവർ കോസ് ചെയ്യുന്ന ഡിസീസസും ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചു വെക്കണം, കാരണം ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ് ഈ ഒരു പോർഷനിൽ നിന്ന്. അതായത് ഇന്ന പാത്തജൻ ഏത് ഡിസീസാണ് കോസ് ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ മാച്ച് ദി ഫോളോയിങ് ആയിട്ടോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ബാക്ടീരിയ എന്ന് പറയുന്നത്, ബാക്ടീരിയ കോസ് ചെയ്യുന്ന കുറച്ച് ഡിസീസസ് ആണ്. ട്യൂബർക്കുലോസിസ് അല്ലെങ്കിൽ TB, റാറ്റ് ഫീവർ, എലിപ്പനി, ഡിഫ്തീരിയ, അതൊക്കെ ബാക്ടീരിയ കോസിംഗ് ആയിട്ടുള്ള ഡിസീസസ് ആണ്. ട്യൂബർക്കുലോസിസ്, റാറ്റ് ഫീവർ, ഡിഫ്തീരിയ, ഇത് ബാക്ടീരിയ കോസിംഗ് ഡിസീസസ്. ഇനി വൈറസ് കോസ് ചെയ്യുന്ന ഡിസീസസ് ആണ് എയ്ഡ്സ്, നിപ്പയും കോവിഡും ഒക്കെ നമുക്കിപ്പോൾ ഏറ്റവും സുപരിചിതമായിട്ടുള്ള ഡിസീസസ് ആണ്. അതൊക്കെ എന്ത് കോസ് ചെയ്യുന്നതാണ്? വൈറസ് കോസിംഗ് ഡിസീസസ് ആണ്. അപ്പോൾ എയ്ഡ്സ്, നിപ്പ, COVID-19, ഹെപ്പറ്റൈറ്റിസ്, ഇതൊക്കെ വൈറസ് ഉണ്ടാക്കുന്ന ഡിസീസിന് എക്സാമ്പിൾസ് ആണ്. ഈ ഫംഗൈനെ നോക്കുകയാണെങ്കിൽ ഫംഗസ് കോസ് ചെയ്യുന്ന ഡിസീസസ് ആണ് അറ്റ്ലറ്റ്സ് ഫുട്ട്, റിംഗ് വോം ഒക്കെ, ഈ വളങ്കടിയൊക്കെ പോലെയുള്ള അസുഖങ്ങളൊക്കെ ഫംഗസ് കോസ് ചെയ്യുന്നതാണ്. അറ്റ്ലറ്റ്സ് ഫുട്ടും റിംഗ് വോമും ആണ് ഫംഗൈ കോസിംഗ് ഡിസീസസിന് എക്സാമ്പിൾ. ഇനി പ്രോട്ടോസോവയും ഇതേപോലെ തന്നെ ഒരു പാത്തജൻ ആണ്. പ്രോട്ടോസോവ കോസ് ചെയ്യുന്ന ഡിസീസ് ആണ് മലേറിയ. അപ്പോൾ മലേറിയ എന്ന് പറയുന്നത് കൊതുക് ഉണ്ടാക്കുന്ന രോഗമല്ല, പകരം പ്രോട്ടോസോവ ഉണ്ടാക്കുന്ന രോഗമാണ് മലേറിയ എന്ന് പറയുന്നത്. കൊതുക് എന്ന് പറയുന്നത് ഒരു വെക്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ഈ മൈക്രോ ഓർഗാനിസത്തിനെ ഒരിടത്തുനിന്ന് ഒരു ഓർഗാനിസത്തിൽ നിന്ന് മറ്റൊരു ഓർഗാനിസത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വാഹകരായിട്ടാണ് മോസ്കിറ്റോ ഒക്കെ ആക്ട് ചെയ്യുന്നത്. സോ പ്രോട്ടോസോവ കോസ് ചെയ്യുന്ന ഡിസീസ് ആണ് എന്തെന്ന് പറയുന്നത്? മലേറിയ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഒരു വൈറസ് കോസിംഗ് ഡിസീസ് ആയിട്ടുള്ള എയ്ഡ്സിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എയ്ഡ്സ് എന്ന് പറയുന്നത് എന്തിൻ്റെ ഫുൾ ഷോർട്ട് ഫോം ആണ്? അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഷോർട്ടാക്കി എയ്ഡ്സ് എന്ന് പറയുന്നത്. ഈ അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം കോസ് ചെയ്യുന്ന നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു വൈറസ് ആണ്. ഏത് വൈറസ് ആണ്? HIV വൈറസ് ആണ് എയ്ഡ്സ് കോസ് ചെയ്യുന്നത്. അതായത് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന് പറയുന്ന HIV വൈറസ് ആണ് എയ്ഡ്സ് കോസ് ചെയ്യുന്നത്. അപ്പോൾ എയ്ഡ്സ് കോസ് ചെയ്യുന്ന ഓർഗാനിസത്തിന്റെ പേര് HIV വൈറസ് അല്ലെങ്കിൽ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഇനി എന്താണ് എയ്ഡ്സ് എന്ന് പറയുന്നത്? എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരു രോഗമാണോ? ആക്ച്വലി അതൊരു രോഗമാണെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു എയ്ഡ്സിന്റെ പ്രത്യേകത അത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയാണ് ബാധിക്കുന്നത്. അതായത് നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെയാണ് ബാധിക്കുന്നത്. എങ്ങനെയാണ്? നമുക്കറിയാം, ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നതാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി പ്രദാനം ചെയ്യുന്ന നമ്മുടെ ശരീരത്തിലെ പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ലിംഫോസൈറ്റ് എന്ത് ചെയ്യുന്നു? ഈ ലിംഫോസൈറ്റ്സിനെ ഡിസ്ട്രക്ട് ചെയ്ത് കളയുന്നു അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുന്നു ഈ ഒരു HIV വൈറസ്. അപ്പോൾ ലിംഫോസൈറ്റ്സിന്റെ നാശം മൂലം അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ മൂലം നമ്മുടെ ഇമ്മ്യൂണിറ്റി എന്ത് ചെയ്യും? ഗ്രാജുവലി കുറയാൻ തുടങ്ങും. ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ, രോഗപ്രതിരോധ ശക്തി കുറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ രോഗം ബാധിക്കുകയും നമ്മുടെ ബോഡിക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റാതെ മരണം വരെ സംഭവിക്കാൻ കാരണമാകുകയാണ് ചെയ്യുന്നത്. അല്ലാതെ എയ്ഡ്സ് കാരണമല്ല ഒരു ആള് മരിക്കുന്നത്. പകരം എങ്ങനെയാണ്? എയ്ഡ്സ് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബാധിച്ച് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഗ്രാജുവലി ഡിക്രീസ് ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ രോഗം വരുമ്പോഴത്തേക്കും നമുക്കതിനെ തടയാൻ പറ്റാതെയാവും. അപ്പോൾ അങ്ങനെയാണ് ഒരു രോഗി മരിക്കുന്നത്, എയ്ഡ്സ് വരുന്ന രോഗി മരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ വഴിയിലൂടെയാണ് എയ്ഡ്സ് സ്പ്രെഡ് ചെയ്യുന്നത്? എയ്ഡ്സ് രോഗി നമ്മൾ അടുത്തിരുന്നെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളൊന്ന് ഹാൻഡ് ഷേക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ടോ അങ്ങനെയൊന്നും ചെയ്തെന്ന് വിചാരിച്ചിട്ടോ ഒരിക്കലും HIV വൈറസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരത്തില്ല. പകരം ആകെ കൂടെ എയ്ഡ്സ് പകരുന്നത് എന്തിലൂടെ മാത്രമാണ്? ബോഡി ഫ്ലൂയിഡ്സിലൂടെ മാത്രമാണ്. ബ്ലഡ് പോലെയുള്ള ബോഡി ഫ്ലൂയിഡ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? എയ്ഡ്സ് പകരുന്നത്. അപ്പോൾ എയ്ഡ്സ് പകരുന്ന പല കേസസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ കോണ്ടാക്ട്,
രണ്ടാമത്തത് ഷെയറിംഗ് നീഡിൽ ആൻഡ് സിറിഞ്ച് യൂസ്ഡ് ബൈ ദി HIV അഫക്റ്റഡ് പേഴ്സൺ. HIV അഫക്റ്റഡ് പേഴ്സൺസ് യൂസ് ചെയ്ത നീഡിൽസും സിറിഞ്ചസും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ, അതുകൊണ്ടാണ് ഇപ്പോൾ ഡിസ്പോസ് ചെയ്യുന്ന സിറിഞ്ചസ് ഒക്കെ വന്നത്. കാരണം ഒരാൾ ഉപയോഗിച്ചത് മറ്റൊരാൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇന്ന ആൾക്ക് രോഗമുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, നമ്മളിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട്. സോ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്പോസിബിൾ സിറിഞ്ചസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ എയ്ഡ്സ് സ്പ്രെഡ് ചെയ്യുന്ന മറ്റൊരു ഇതാണ് നീഡിലും സിറിഞ്ചസും, അതായത് HIV അഫക്റ്റഡ് പേഴ്സൺസ് യൂസ് ചെയ്ത നീഡിൽസും സിറിഞ്ചസും ഒക്കെ ഷെയർ ചെയ്യുന്ന വഴി. അതുപോലെ തന്നെ HIV ഇൻഫെക്റ്റഡ് മദറിൽ നിന്ന് ഫീറ്റസിലേക്ക്, അതായത് കുഞ്ഞിലേക്കും ഇത് എന്ത് ചെയ്യാൻ പറ്റും, സ്പ്രെഡ് ചെയ്യുന്ന ആണ്. അല്ലാതെ ഒരിക്കലും കോണ്ടാക്ട് വഴി, യൂഷ്വൽ കോണ്ടാക്ട് വഴി എന്ത് ചെയ്യത്തില്ല, HIV സ്പ്രെഡ് ചെയ്യത്തില്ല. അത് ബോഡി ഫ്ലൂയിഡ്സിലൂടെ മാത്രമേ സ്പ്രെഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയൊക്കെ എയ്ഡ്സിനെ പ്രിവെന്റ് ചെയ്യാം, അതായത് രോഗം വരുന്നതിനെക്കാട്ടിലും നല്ലതാണ്, ചികിത്സിക്കുന്നതിനെക്കാട്ടിലും നല്ലതാണ് അതിനെ പ്രിവെന്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ HIV അല്ലെങ്കിൽ എയ്ഡ്സിനെ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ പ്രിക്കോഷൻസ് എന്തൊക്കെയാണെന്നാണ് അടുത്ത് നോക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് സിറിഞ്ചസും നീഡിൽസും ഒക്കെ വഴി നമ്മളിലേക്ക് എത്താമെന്ന്. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, ഡു നോട്ട് ഷെയർ നീഡിൽസ് ആൻഡ് സിറിഞ്ചസ് ഓൾറെഡി യൂസ്ഡ് ബൈ അതേഴ്സ്. ബാക്കിയുള്ളവർ യൂസ് ചെയ്തിട്ടുള്ള നീഡിൽസോ സിറിഞ്ചസോ ഒന്നും എന്ത് ചെയ്യാതിരിക്കുക, ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു അത് ബോഡി ഫ്ലൂയിഡ്സ് ആയിട്ടുള്ള ബ്ലഡ് വഴി ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും കേസിൽ ബ്ലഡ് നമ്മൾ റിസീവ് ചെയ്യാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഡോണറിന്റെ ബ്ലഡ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ, HIV ടെസ്റ്റ് നടത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ അത് എന്ത് ചെയ്യാവുള്ളൂ, റിസീവ് ചെയ്യാവുള്ളൂ. അപ്പോൾ കണ്ടക്ട് HIV ടെസ്റ്റ് ബിഫോർ റിസീവിങ് ബ്ലഡ് റിസീവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ഡോണറിന്റെ ബ്ലഡ് ചെക്ക് ചെയ്യുക. HIV ടെസ്റ്റ് നടത്തിയതിന് ശേഷം മാത്രം ബ്ലഡ് റിസീവ് ചെയ്യുക. അതുപോലെ തന്നെ ഹാവ് എ സേഫ്റ്റി ഇൻ സെക്ഷൽ റിലേഷൻഷിപ്പിലും നല്ല സേഫ് ആയിട്ടുള്ള രീതിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെയാണ് എയ്ഡ്സിന്റെ പ്രിക്കോഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എയ്ഡ്സ് പ്രധാനമായിട്ട് ഓർക്കേണ്ട കാര്യം, അത് കോസ് ചെയ്യുന്ന ഓർഗാനിസം എന്ന് പറയുന്നത് HIV വൈറസ് ആണ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഇവിടെ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗ്രാജുവൽ ഡിക്രീസ് ഓഫ് ഇമ്മ്യൂണിറ്റി ആണ് എയ്ഡ്സിൽ സംഭവിക്കുന്നത്. എന്തിന്റെ ഡിസ്ട്രക്ഷൻ വഴി, ലിംഫോസൈറ്റ്സിന്റെ ഡിസ്ട്രക്ഷൻ വഴി. HIV വൈറസ് ലിംഫോസൈറ്റ്സിനെ നശിപ്പിച്ച് കളയുന്നത് വഴി നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു പോകുന്നു. അതാണ് എയ്ഡ്സിന്റെ ആ ഒരു രോഗലക്ഷണം എന്ന് പറയുന്നത്. പിന്നെ സ്പ്രെഡ് ചെയ്യുന്ന പല ഡിഫറെന്റ് മെത്തേഡ് പറഞ്ഞു. ബോഡി ഫ്ലൂയിഡ്സിലൂടെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, എയ്ഡ്സ് സ്പ്രെഡ് ചെയ്യത്തുള്ളൂ. അല്ലാതെ ഒരാളുടെ കൂടി ഇരുന്നെന്ന് വെച്ചോ അല്ലെങ്കിൽ അവരോട് സംസാരിച്ചെന്ന് വിചാരിച്ചോ ഒന്നും എയ്ഡ്സ് സ്പ്രെഡ് ആവത്തില്ല. അതുപോലെ പ്രിക്കോഷൻസും നമ്മൾ പറഞ്ഞു. അടുത്ത ഡിസീസ് എന്ന് പറയുന്നത് ട്യൂബർക്ലോസിസ് ആണ്. ആദ്യം ട്യൂബർക്ലോസിന്റെ ഡിസീസ് കോസിങ് ഓർഗാനിസം ഏതാണെന്ന് നോക്കാം. ഡിസീസ് കോസിങ് ഓർഗാനിസം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ട്യൂബർക്ലോസിസ് ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണെന്ന്. ആ ഓർഗാനിസം ഏത് ടൈപ്പ് ബാക്ടീരിയ ആണ്, മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് ആണ് ട്യൂബർക്ലോസിസ് കോസ് ചെയ്യുന്നത്. അപ്പോൾ എളുപ്പമാണ് ഓർത്തിരിക്കാൻ. നമുക്ക് അറിയാവുന്ന ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ മൈക്കോബാക്ടീരിയം. രണ്ടാമത്തെ പാർട്ട് എന്താണ്, ട്യൂബർക്ലോസിസ് തന്നെ. മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് ആണ് എന്ത് കോസ് ചെയ്യുന്നത്, ട്യൂബർക്ലോസിസ് കോസ് ചെയ്യുന്ന ഓർഗാനിസം എന്ന് പറയുന്നത്. ഇനി അതെങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്, എയറിലൂടെയാണ് ട്യൂബർക്ലോസിസ് സ്പ്രെഡ് ചെയ്യുന്നത്. TB സ്പ്രെഡ് ചെയ്യുന്നത് എയർ വഴിയാണ്. ഇനി ഏത് പാർട്ട്, ബോഡി പാർട്ടിനെയാണ് TB അഫക്റ്റ് ചെയ്യുന്നത്, ഏത് പാർട്ടിനെയാണ്, ലങ്സിനെയാണ് TB അഫക്റ്റ് ചെയ്യുന്നത്, ലങ്സ്. അതുപോലെ എന്തൊക്കെയാണ് അതിന്റെ സിംറ്റംസ്, ഏറ്റവും നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു സിംറ്റം എന്ന് പറയുന്നത് പെർസിസ്റ്റന്റ് കഫ് ആണ്. അതായത് കുറേ നാള് നീണ്ടു നിൽക്കുന്ന ചുമ, കുറെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ചുമ എന്നതിന്റെ സിംറ്റമാണ് ട്യൂബർക്ലോസിസ് അല്ലെങ്കിൽ TBയുടെ സിംറ്റമാണ്. അതുപോലെ തന്നെ ഫാറ്റിക്, തളർച്ച, ലോസ് ഓഫ് ബോഡി വെയിറ്റ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും TB ഉള്ള ആൾക്കാരിൽ. ഇതൊക്കെ ട്യൂബർക്ലോസിന്റെ സിംറ്റംസ് ആണ്. ഇനി വാക്സിനേഷൻ നോക്കുകയാണെങ്കിൽ TBക്കെതിരായിട്ട് വാക്സിനേഷൻ ഉണ്ട്. BCG വാക്സിൻ ആണ് നമ്മൾ TBക്കെതിരായിട്ട് യൂസ് ചെയ്യുന്ന വാക്സിൻ എന്ന് പറയുന്നത്. അതുപോലെ TB വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്നത് ആന്റിബയോട്ടിക്സ് ആണ്. ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ബാക്ടീരിയൽ ഡിസീസസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിസിൻ എന്ന് പറയുന്നത് ആന്റിബയോട്ടിക്സ് ആണ്. സോ ഇതാണ് ട്യൂബർക്ലോസിസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഏതാണ് ഡിസീസ് കോസിങ് ഓർഗാനിസം എന്ന് ഓർത്തിരിക്കുക, മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ്. സ്പ്രെഡ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് വഴി എന്ന് പറയുന്നത് എയർ വഴിയാണ്. ബോഡി പാർട്ട് എഫക്ട്, ഏത് ബോഡി പാർട്ടിനെയാണ് ട്യൂബർക്ലോസിസ് ബാധിക്കുന്നത്, ലങ്സിനെയാണ്. സിംറ്റംസ് എന്ന് പറയുന്നത് പെർസിസ്റ്റന്റ് കഫ്, ലോസ് ഓഫ് ബോഡി വെയിറ്റ്, ഫാറ്റിക്, തളർച്ച, ഭാരക്കുറവ്, അതുപോലെ തന്നെ ദീർഘനാള് നീണ്ടു നിൽക്കുന്ന ചുമ. വാക്സിനേഷൻ നോക്കുകയാണെങ്കിൽ BCG വാക്സിൻ ആണ് നമ്മൾ TBക്കെതിരായിട്ട് ഉപയോഗിക്കുന്നത്. മെഡിസിൻ എന്ന് പറയുന്നത് ആന്റിബയോട്ടിക്സ് മെഡിസിൻസ് ആണ് യൂസ് ചെയ്യുന്നത്.
അടുത്ത ഡിസീസ് മലേറിയ. മലേറിയ എന്ന് പറയുന്നത് ഒരു പ്രോട്ടോസോവൻ കോസിംഗ് ഡിസീസ് ആണ്. അതിന്റെ പ്രോട്ടോസോവ പേരെന്ന് പറയുന്നത് പ്ലാസ്മോഡിയം ആണ്. അപ്പോൾ പ്ലാസ്മോഡിയം കോസ് ചെയ്യുന്ന ഡിസീസ് ആണ് മലേറിയ. അടുത്തതെന്ന് പറഞ്ഞാൽ സ്പ്രെഡിങ് മെത്തേഡ്, അല്ലെങ്കിൽ എന്ത് വഴിയാണ് മലേറിയ സ്പ്രെഡ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചതാണ്, ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ വഴിയാണ് മലേറിയ സ്പ്രെഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു മൈക്രോ ഓർഗാനിസത്തിനെ ക്യാരി ചെയ്യുന്ന ഓർഗാനിസത്തിനെയാണ് നമ്മൾ വെക്ടർ എന്ന് വിളിക്കുന്നത്. ഒരു വാഹകരാണ് അവരെ. മൈക്രോ ഓർഗാനിസത്തിനെ ക്യാരി ചെയ്ത് ഒരാളുടെ ബോഡിയിൽ നിന്ന് മറ്റൊരാളുടെ ബോഡിയിലേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ വെക്ടർ അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യുന്ന ആളെന്ന് പറയുന്നത് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ്. സിംറ്റംസ് നോക്കുകയാണെങ്കിൽ ഹൈ ഫീവർ വിത്ത് ഷിവറിംഗ്, പ്രൊഫ്യൂസ് സ്വെറ്റിംഗ്, ഹെഡേക്ക്, വൊമിറ്റിംഗ്, ഡയേറിയ, അനീമിയ, ഇതൊക്കെ മലേറിയയുടെ സിംറ്റംസ് ആണ്. ഒന്നുകൂടെ പറയാം, മലേറിയ എന്ന് പറയുന്നത് കോസ് ചെയ്യുന്ന ഓർഗാനിസം അല്ലെങ്കിൽ അടുത്ത പാത്തജൻ എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം ആണ്. പ്ലാസ്മോഡിയം സ്പ്രെഡ് ചെയ്യുന്നത് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ വഴിയാണ്. സിംറ്റംസ് ഹൈ ഫീവർ വിത്ത് ഷിവറിംഗ്, വിറയലോട് കൂടിയിട്ടുള്ള അതികഠിനമായിട്ടുള്ള പനി, പ്രൊഫ്യൂസ് സ്വെറ്റിംഗ്, ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ഹെഡേക്ക് തലവേദന, വൊമിറ്റിംഗ് ഛർദില്, ഡയേറിയ, അനീമിയ, ഇതൊക്കെ എന്തിന്റെ സിംറ്റംസ് ആണ്? മലേറിയയുടെ സിംറ്റംസ് ആണ്. നമ്മൾ ഇതുവരെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ലെങ്കിൽ പാത്തജൻസ് കോസിംഗ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാക്കുന്ന ഡിസീസുകളെ കുറിച്ചിട്ടായിരുന്നു ഇതുവരെ ഡിസ്കസ് ചെയ്തിരുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ ജനറ്റിക് ഡിസീസസ് ആണ്, അതായത് ജനിതക രോഗങ്ങൾ. ഹിമോഫിലിയും സിക്കിൾ സെൽ അനീമിയ ആണ് നമുക്ക് പഠിക്കാനുള്ള രണ്ട് ജനറ്റിക് ഡിസീസസ് എന്ന് പറയുന്നത്. അതിനകത്തിലെ ഹിമോഫീലിയ നോക്കുകയാണെങ്കിൽ ഹിമോഫീലിയ ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഡിഫക്റ്റീവ് സിന്തസിസ് ഓഫ് ബ്ലഡ് കോയാഗുലേഷൻ പ്രോട്ടീൻസ്. നമ്മുടെ ശരീരത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ചില പ്രോട്ടീൻസ് ഉണ്ട്. അതിന്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനമല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റീവ് ഉണ്ടായ സിന്തസിസിന് എന്തെങ്കിലും പ്രശ്നം ആണെങ്കിൽ ആണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ഹീമോഫീലിയ ഉണ്ടാവുന്നത്. ഈ ഹീമോഫീലിയ എന്ന് പറഞ്ഞ ജനറ്റിക് ഡിസീസ് ആയതുകൊണ്ട് തന്നെ ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ജനറ്റിക് ഡിസീസ് ആയതുകൊണ്ട് തന്നെ ജീനിനെ ബാധിക്കുന്ന ഡിസീസസ് ആണ് ജനറ്റിക് ഡിസീസ് എന്ന് പറയുന്നത്. ഇനി ഈ പ്രോട്ടീൻ്റെ സിന്തസിസ് നടന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബ്ലഡ് കോയാഗുലേഷന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻ്റെ സിന്തസിസ് നടന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ബ്ലഡ് ക്ലോട്ട് ആവത്തില്ല. അപ്പോൾ ഹിമോഫീലിയയുടെ സിംറ്റം ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബ്ലഡ് ക്ലോട്ട് ചെയ്യില്ല. അങ്ങനെ ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? എക്സസീവ് ബ്ലഡ് ലോസ് ഉണ്ടാവും, അല്ലെങ്കിൽ എക്സസീവ് ബ്ലീഡിങ് ഉണ്ടാവും. ചെറിയ വൂൺസ് ആണെങ്കിൽ കൂടി അതിലൂടെ ഇഷ്ടം പോലെ ബ്ലഡ് നഷ്ടപ്പെട്ടു പോകും, കാരണം ബ്ലഡ് ക്ലോട്ട് ആവുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ടെമ്പററി റിലീഫ് മാത്രമേ നമുക്ക് ഒരു മെഡിക്കേഷൻ എന്ന രീതിയിൽ സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ പെർമനന്റ് ആയിട്ട് ഇതിനൊരു മരുന്നില്ല. ടെമ്പററി ആയിട്ട് നമുക്കൊരു റിലീഫ് കിട്ടും. അതായത് ഈ ഒരു പ്രോട്ടീൻ നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഇഞ്ചെക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തേക്ക് ഒരു റിലീഫ് ഉണ്ടാവും എന്നല്ലാതെ ഇതിൻ്റെ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഇല്ല ഹിമോഫീലിയയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള രോഗികളെ സ്പെഷ്യൽ കെയറും അറ്റൻഷനും കൊടുക്കണം. അതുപോലെ തന്നെ ഹിമോഫീലിയ രോഗികളിൽ ഇപ്പോൾ ഫീമെയിൽസിനാണ് ഹിമോഫീലിയ എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പ്യൂബർട്ടി റീച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഹിമോഫീലിയ എന്ന് പറയുന്നത് ഒരു ജനറ്റിക് ഡിസീസാണ്. അത് എന്ത് ചെയ്യുന്നു? പ്രോട്ടീൻ്റെ ബ്ലഡ് കോയാഗുലേഷന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻ എഫക്റ്റീവായിട്ട് സിന്തസിസ് ചെയ്യാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഡിഫക്റ്റീവ് സിന്തസിസ് വഴിയാണ് ഈ ഒരു അസുഖം ഉണ്ടാകുന്നത്. അവിടെ ബ്ലഡ് ക്ലോട്ടിങ് നടക്കാത്തത് കൊണ്ട് തന്നെ എക്സസീവ് ബ്ലീഡിങ് ഉണ്ടായി സ്മോൾ വൂൺസിൽ നിന്ന് പോലും ഇഷ്ടം പോലെ രക്തം നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനൊരു ടെമ്പററി റിലീഫ് എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ പ്രോട്ടീൻ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഹിമോഫീലിയ വേൾഡ് ഹിമോഫീലിയ ഡേ ആയിട്ട് ആചരിക്കുന്നത് April 17 ആണ്. കഴിഞ്ഞതേ ഉള്ളൂ. April 17 ആണ് ഹിമോഫീലിയ ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇനി ജസ്റ്റ് സിക്കിൾ സെൽ അനീമിയയും കൂടെ ഞാനൊന്ന് പറഞ്ഞു പോകാം. സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ സിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? അരിവാളാണ്. അപ്പോൾ നമ്മുടെ RBC സെല്ലുകൾ എന്ത് ചെയ്യും? അരിവാളിന്റെ രൂപത്തിലേക്ക് മാറുന്നതാണ് ഈ ഒരു ജനറ്റിക് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം RBC അല്ലെങ്കിൽ ബ്ലഡ് ആണ് നമ്മുടെ ശരീരത്ത് പല പാർട്സിലേക്ക് ഓക്സിജനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ RBCയുടെ ഷേപ്പ് സിക്കിൾ സെല്ലിന്റെ രൂപത്തിലായി കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഓക്സിജൻ എല്ലായിടത്തും റീച്ച് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നമുക്ക് നമ്മൾ അനീമിക് ആയിട്ട് മാറും. അങ്ങനെ ഒരു പ്രോബ്ലമാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്.
സോ അതും എന്താണ്, ഒരു ജനറ്റിക് ഡിസീസ് ആണ്. ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് സിക്കിൾ സെൽ അനീമിയയ്ക്ക്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിസീസ് എന്ന് പറയുന്നത് ക്യാൻസർ ആണ്. ക്യാൻസർ എന്ന് പറയുന്നത് അൺകൺട്രോൾഡ് ഡിവിഷൻ ഓഫ് സെൽസ് ആൻഡ് ദേ സ്പ്രെഡ് ടു അതർ ടിഷ്യൂസ്. അതാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അതായത് സെൽസിന്റെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡിവിഷൻ, ഭയങ്കരമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും സെൽസ്, എന്നിട്ടത് പല ബോഡിയുടെ പല പാർട്സിലേക്കും സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള സെല്ലുകളെ നമ്മൾ ക്യാൻസർ സെൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡിവിഷൻ നമുക്ക് ഒരുപാടധികം ഹെൽത്ത് പ്രോബ്ലംസ് കോസ് ചെയ്യുന്നതാണ്. സോ അൺകൺട്രോൾഡ് ഡിവിഷൻ ഓഫ് സെൽസ് ആണ് ക്യാൻസറിന്റെ കാരണമാകുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് ക്യാൻസർ ഉണ്ടാവുന്നത് എന്നാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, അതായത് നമുക്കറിയാം പൊല്യൂഷനൊക്കെ കൂടി വരികയാണ്. അപ്പോൾ അങ്ങനെ എൻവയോൺമെന്റിന്റെ പല കാരണങ്ങൾ കൊണ്ടും ഫാക്ടേഴ്സ് കാരണവും ക്യാൻസർ ഉണ്ടാവാം. സ്മോക്കിംഗ് കാരണം ക്യാൻസർ ഉണ്ടാവാം. ലങ് ക്യാൻസർ പോലെയുള്ള, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഇപ്പം മൗത്ത് ക്യാൻസർ, അങ്ങനെയുള്ള പല ക്യാൻസേഴ്സും സ്മോക്കിംഗ് വഴിയാണ് ഉണ്ടാവുന്നത്. പിന്നെ ചില റേഡിയേഷൻസ് ഏൽക്കുകയാണെങ്കിൽ നമുക്ക് ക്യാൻസർ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ചില റേഡിയേഷൻസ് സെൽസിന്റെ അൺകൺട്രോൾഡ് ഡിവിഷന് കാരണമാകാറുണ്ട്. അപ്പോൾ റേഡിയേഷൻസ് ക്യാൻസർ കോസ് ചെയ്യുന്ന ഒരു കാരണമാണ്. പിന്നെ വൈറസ് കാർസിനോജനിക് ആയിട്ടുള്ള വൈറസുകളുണ്ട്. ആ കാർസിനോജനിക് വൈറസ് നമ്മളെ അഫക്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസർ വരും. അതുപോലെ തന്നെ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്, അതായത് നമ്മുടെ കുടുംബത്തിൽ മറ്റാർക്കെങ്കിലും ക്യാൻസർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. വരും എന്നൊരു ഉറപ്പൊന്നുമില്ല, വരാനുള്ള ചാൻസ് ഉണ്ട്. ഹെറിഡിറ്ററി ഫാക്ടറും ക്യാൻസർ ഉണ്ടാവാനുള്ള ഒരു കാരണമാണ്. അതുപോലെ തന്നെ ജനറ്റിക് മെറ്റീരിയലിൽ എന്തെങ്കിലും ഒക്കെ ഓൾട്ടർനേഷൻ ഉണ്ടെങ്കിൽ, അതായത് ജനിതകമായിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സർജറി ഒരു പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റ് ആണ്. അതുപോലെ കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി ഒക്കെ ക്യാൻസർ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ആണ്. ഏർലി ഡയഗ്നോസിസ് ആണ് ട്രീറ്റ്മെന്റ് ഏറ്റവും നല്ലത്. ലേറ്റ് ആയിട്ടുള്ള ഡയഗ്നോസിസുകളിൽ നമുക്ക് രക്ഷപ്പെടുത്താൻ ഭയങ്കര പാടായിരിക്കും. സോ ഏർലി ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ ഇതാണ് ക്യാൻസർ. ഇപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ ഏകദേശം എല്ലാം ഫോക്കസ് ഏരിയയിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.